بسم الله الرحمن الرحيم അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അലി റളിയല്ലാഹു അൻഹു ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്. കേട്ടോ, അലിയാര് തങ്ങളുടെ ജീവിതത്തിൽ പൊട്ടിക്കരഞ്ഞുപോയ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. കേട്ടോ, കൊച്ചാലം മൂടുകാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപോലെ സ്വീകരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കർഷകനായ ഒരു പ്രിയപ്പെട്ട സഹോദരനെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ഇദ്ഖർ പുല്ല് പറക്കാൻ പോയാലോ? ആ സഹോദരൻ പറഞ്ഞു, എങ്ങനെയാ പോകേണ്ടത്, ഒരുപാട് ദൂരത്തല്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 ഒട്ടകം എനിക്കുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തന്നതാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ പറയുന്ന മറ്റൊന്ന് ബദർ യുദ്ധത്തിൽ എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ആ ഒട്ടകവും കൊണ്ട് നമുക്ക് പോകാം. എന്നിട്ട് ഇദ്ഖർ പുല്ല് 2 കൊട്ടയിലേക്ക് ചെത്തിവെക്കാ. എന്നിട്ട് ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് നമുക്ക് കടന്നു വരാ. കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാ. ജോലി കൂലിക്ക് നിനക്ക് എന്തെങ്കിലും തരാ. ഇതെന്തിനാണ് തങ്ങളെ എന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മണവാട്ടിയായി അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ തരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് കൊടുക്കാൻ ഒരു പത്തിരി ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. പലിശത്തമ്പുരാക്കന്മാരുടെ ആസനം താങ്ങിയിട്ട് അത് നിന്റെ കല്യാണം മാമാങ്കമായി ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ, ആഖിറം മറക്കല്ല മോനെ, പരലോകം മറക്കല്ല പൊന്നുമോനെ. അലി റളിയല്ലാഹു അൻഹു 2 ഒട്ടകത്തെയും കൊണ്ട് ജോലിക്കാരനെയും കൊണ്ട് കമ്പോളത്തിലേക്ക് പോവുകയാ. മക്കളുടെ പർവ്വത നിരകൾ കടന്ന് ഇദ്ഖർ പുല്ലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വരുത്തുകയാ. ഒട്ടകത്തെ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആ 2 പേരും കൂടിയിട്ട് പുല്ല് ചെത്താൻ വേണ്ടി ചെല്ലുകയാണ്. അല്ലാഹുവേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മണിമാരനതാ പുല്ല് ചെത്തുകയാ. എന്നിട്ട് ഒട്ടകത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഒട്ടകത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ആ രംഗം നടന്നത്. അല്ലാഹുവേ, ആരംഭ റസൂൽ കൊടുത്ത ഒട്ടകമുണ്ടല്ലോ, ബദർ യുദ്ധത്തിൽ കിട്ടിയ ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തെ ആരോ കഴുപ്പുറത്ത് കഷണമാക്കി കൊന്നിട്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുത്ത റസൂലിന്റെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ലോകമറിയുന്നത്. ആ പുല്ലുകെട്ടിറക്കി വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഫലം അംലിക ഐനയ്യ ഹീന റഅയ്തു യാ ഹബീബല്ലാഹ്. ആ ഒട്ടകം ചത്തുകിടക്കുന്ന കണ്ടപ്പോ, അതിനെ അറുപ്പുറപ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണിനെയും എന്റെ മനസ്സിനെയും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി തങ്ങളേ എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നു, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ആഘോഷത്തിന് രംഗത്ത് വരല്ലേ പൊന്നുമോനെ. നീ ചെയ്തത് അല്ലാഹു ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്. നീ ചെയ്തത് ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്. പാലോട് മുസ്ലിം ജമാഅത്തിൽ എപ്പോഴും നിസ്കരിക്കാൻ വന്നിരുന്ന 19 വയസ്സുള്ള ഷമീം എന്ന പൊന്നുമോന് ക്യാൻസർ വന്ന് മരിച്ചുപോയത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചല്ലേ. നിങ്ങളുടെ മുന്നിലൂടെ ഓടിച്ചാടി കളിച്ചിരുന്ന എന്താവശ്യത്തിന് ഓടി വരുന്ന മിഥിലാജ് എന്ന പൊന്നുമോൻ പോയത് നിങ്ങളുടെ കൺമുമ്പിലല്ലേ. എത്രയോ പണം മുടക്കിയിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സ നേടിയ നസീബ് എന്ന് പറയുന്ന ആ വേങ്ങോട് എന്ന മഞ്ഞവലയിലേക്ക് വച്ചാലമൂടേക്ക് വരുമ്പോഴുള്ള ആ ചെറിയ വീടിനകത്ത് ഇരുന്നിരുന്ന നസീബ് എന്ന പൊന്നുമോന് മരിച്ചത് നിങ്ങളുടെ മുമ്പിലല്ലേ. ആരോടാണ് ഞാനിത് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാത്ത ഒരു നിമിഷം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പൊന്നുപോലെ, ഉണ്ടാവില്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്തോ, ഖുർആൻ ഓതിക്കോ, സദഖ ചെയ്തോ, സലാത്ത് ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി പരിശ്രമിച്ചോ. നിങ്ങൾക്കറിയോ, അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കിടന്നിട്ട് പോലും ദാരിദ്ര്യം തീർന്നില്ല. കഷ്ടപ്പാട് തന്നെയാ, പട്ടിണി തന്നെയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു പോയ ജീവിതത്തിന്റെ എത്രയോ സമയങ്ങളാ. നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാളാണ്
ദുൽഫുഖാർ എന്ന് പറയുന്ന വാള്. ഒരിക്കൽ മുഖം മൂടി വെച്ച ഒരാള്, മുഖം മൂടി വെച്ചിട്ടൊരാള് ചന്തയിൽ ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ്. ആ മുഖം മൂടി വെച്ചയാള് ചന്തയിൽ വന്നിട്ട് പറയുന്നു, ഇത് ദുൽഫുഖാർ എന്ന് പറയുന്ന വാളാണ്, ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളാണ്. ഈ വാൾ ആവശ്യമുള്ളവര് വരിക, ഒരു നല്ല തുക തന്നാൽ ഈ വാള് ഞാൻ നിങ്ങൾക്ക് തരാ. ബഹുമാനപ്പെട്ട ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ ആ വാള് കണ്ടിട്ട് ഓടി വരികയാണ്. അല്ലാഹുവേ, ഇതെന്റെ അലിയാർ നിങ്ങളുടെ വാളല്ലേ, എന്റെ അലിയാർ നിങ്ങളുടെ വാളല്ലേ, ആരാണിതിവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നത്? അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വാളാ. ഒരുപക്ഷെ അലി റളിയല്ലാഹു അൻഹു കാണാതെ കൊണ്ടുവന്നതാണോ, അലി റളിയല്ലാഹു അൻഹു അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ? ആ വാളങ്ങോട്ട് വിൽക്കുന്ന മുഖം മൂടി വെച്ച ആളിന്റെ മുമ്പിൽ ഇബ്നു അർഖമിന്റെ പിതാവ് പോയിട്ട് പറഞ്ഞു, ആരണാണി മുഖം മൂടി അഴിക്കുക, ആരണാണി? എന്റെ അലിയാർ നിങ്ങളുടെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ മാത്രം മോഷണ വിദഗ്ധനായ നീ ആരാന്ന് എനിക്കറിയണമെന്ന് പറയുമ്പോ ആ മുഖം മൂടി മാറ്റിയപ്പോ അല്ലാഹുവേ, അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഇബ്നു അർഖമിന്റെ വിരൽത്തുണ്ട് പിടിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നു, പുറത്തു പറയല്ലേ. ബഹുമാനപ്പെട്ടവരോട് അലിയേ, നിങ്ങൾ എന്തിനാണ് ചെയ്തത് അലിയേ? ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാൽ റസൂലുള്ളതെന്ന ഈ വാള് ഞാൻ നഷ്ടപ്പെടുത്തൂലാന്ന് പരസ്യമായി പറഞ്ഞ അലിയേ, ഈ വിലപ്പെട്ട വാള് വാങ്ങാൻ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടല്ലോ, അതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണം എന്റെ വീട്ടിന്റെ അകത്ത് പട്ടിണിയായിട്ട് 8 ദിവസമായി. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ആരൊക്കെ വന്ന് ചോദിച്ചു, എത്രയോ പണക്കാര് വന്ന് ചോദിച്ചു, എത്രയോ സൗന്ദര്യന്മാര് വന്ന് ചോദിച്ചു, എത്രയോ സമ്പന്നന്മാര് വന്ന് ചോദിച്ചു, മുത്ത് റസൂല് കൊടുത്തില്ലല്ലോ, കൊടുത്തില്ലല്ലോ. ആ പൊന്നുമോള് എന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് 8 ദിവസമായി. കൊച്ചാലം മൂട്ടുള്ള പെങ്ങന്മാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ? കൊച്ചാലം മൂട്ടിലുള്ള ചെറുപ്പക്കാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാപ്പമാരെറിഞ്ഞിട്ടുണ്ട്. യുവാക്കളെ, നമുക്ക് ഭക്ഷണം വാരി തരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ പട്ടിണിയായിരുന്നു, നമ്മളറിഞ്ഞില്ല. എന്റെ ഉമ്മ പോലും എന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ? പൊന്നുപോലെ, ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം വാരി തരുമ്പോ അത് കഴിക്കാൻ അതിനേക്കാൾ ആർത്തിയുള്ള വിശപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മക്കളല്ലേ, അവര് വളരണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വാരി തന്നതാണ്. അമ്മമാരെ ഉപ്പമാരെ മറക്കല്ലേ മക്കളെ. അവരെ പൊരുത്തമില്ലാതെ റബീഉൽ നബിദിനമില്ല, ഉംറയില്ല, ഹജ്ജില്ല, നമസ്കാരമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ പാവപ്പെട്ട വാപ്പ, അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ല, അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ല. ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ദുആ എത്തിച്ചു കൊടുക്കണയല്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലൂടെ ആ കഷ്ടപ്പാട് ദാരിദ്ര്യം അനുഭവിച്ച അലിയാർ ഞങ്ങൾ പറയുകയോ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ 8 ദിവസം കൊണ്ട് പട്ടിണിയാ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഞാനൊരു ഭർത്താവല്ലേ, ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ഒരു കാരക്കയുടെ കീറ് പോലും എന്റെ ഫാത്തിമാക്ക് കഴിക്കാനില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് എന്റെ മനോഹരമായ വാൾ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മൾ എത്രയോ സൗഭാഗ്യവാന്മാരാണ് ചെറുപ്പക്കാരാ, നമ്മൾ എത്രയോ ഭാഗ്യവതികളാണ് പെങ്ങളെ. ഒരുപാട് പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട ചെറുപ്പക്കാരാ. കൊച്ചാലമ്മൂടിലെ പ്രിയപ്പെട്ട സംഘാടകർ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമ്പോ നിങ്ങൾ പലരും പല സ്ഥലത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതവർക്ക് പുട്ടടിക്കാനുള്ളതാണ്, അതവരുടെ പള്ള വീർപ്പിക്കാനുള്ളതാണ്, അതവർക്ക് പേരും പെരുമയും ഉണ്ടാക്കാനുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് 3 പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണം അഭിമാനത്തോടെ അവർ നടത്തിയില്ലേ, അഭിമാനത്തോടെ നടത്തിയില്ലേ. ഞാൻ ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ സാറിനോട് ഇന്ന് വൈകുന്നേരം ചോദിച്ചതാ, പാലയോട് പള്ളിയെ കുറിച്ച് ഒരു അഭിമാനത്തോടെ നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഒരു പാവപ്പെട്ട സാധുവാറ് പെൺകുട്ടിയുടെ കല്യാണമോടെ സ്വലാത്ത് വാർഷികത്തിന് നടത്തിയപ്പോ പിന്നെ നടത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, പിന്നെ അതിനെ കുറിച്ച് ഒരു ആലോചന വന്നില്ല, ഒരു ചർച്ച വന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, സാറേ തുടങ്ങണം. എന്റെ പ്രിയമുള്ളവരെ, ഒരു പേരിന് വേണ്ടിയിട്ടല്ല. സാധുക്കളായ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കൊച്ചാലം മൂടി വന്നിരിക്കുന്നവര് ചിലപ്പോ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഒരു പണമുള്ളയാളിന്റെയും ഒരു പണമില്ലാത്ത ആളിന്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ? പണമുള്ള ആൾ ആരെന്നറിയുമോ? കിടിമാനൂർ ആത്മഹത്യ ചെയ്തു
മരിച്ചുപോയ പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ട് ആ കുടുംബത്തിന്റെ സങ്കടം കൂട്ടുന്നില്ല, അതിനെനിക്ക് താല്പര്യമില്ല. ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം അവരെ കുറിച്ച് പറഞ്ഞ് ഞാൻ സമയം കളയുന്നതല്ല. ഒരു ഗുണപാഠത്തിന് വേണ്ടി പണത്തെ ബഹുമാനിക്കുന്നവരോട്, പണം ഇഷ്ടപ്പെടുന്നവരോട് ശരീരം നിറച്ച് സ്വർണ്ണാഭരണങ്ങളിട്ട് കൊച്ചാരം മൂടിലൂടെ മഞ്ഞതലയിലൂടെ പോത്തുകോടോട് ഞാനാണ് ഏറ്റവും വലിയ കോടീശ്വരിയെ ചമഞ്ഞ നടക്കുന്ന പെണ്ണ്, നീ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. കിളിമാരൂർ കുടുംബത്തിൽപ്പെട്ട ആത്മഹത്യ ചെയ്ത പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ പൊന്നാര ഇത്തയുണ്ടല്ലോ, ആ ഇത്താക്ക് പണത്തിന് വല്ല കുറവുണ്ടായിരുന്നോ? ഗൾഫിൽ ഭർത്താവ് നടത്തുന്ന വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ടല്ലോ, സാമ്പത്തികത്തിനൊരു കുറവുമില്ലായിരുന്നു. പക്ഷേ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തോ ചില സാങ്കേതികമായ തകരാറുകൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ തകരാറ് വന്നപ്പോ മനസ്സിന്റെ അകത്തേക്ക് ഇബ്ലീസ് കടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല് നീ തരല്ലേ അല്ലാ. മനസ്സിന്റെ അകത്ത് ഇബ്ലീസ് കടന്നു വന്നപ്പോ ആ ഉമ്മ വിചാരിച്ചതെന്തെന്നറിയോ? 3 മക്കളെയും കൊന്നിട്ട് മരിച്ചു കളയുക.